ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. ദീർഘകാല വ്യാപാരം, പൊസിഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ നിക്ഷേപം എന്നും അറിയപ്പെടുന്നു. സ്റ്റോക്കുകൾ, ഇടിഎഫുകൾ അല്ലെങ്കിൽ മറ്റ് ആസ്തികൾ ദീർഘകാലത്തേക്ക് കൈവശം വയ്ക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. സാധാരണയായി വർഷങ്ങളോ ദശകങ്ങളോ. വില വർധനവ്, ലാഭവിഹിതം, സംയുക്ത വളർച്ച എന്നിവയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് വ്യാപാരികൾ ദൈനംദിന അല്ലെങ്കിൽ ആഴ്ചതോറുമുള്ള വില ചലനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഹ്രസ്വകാല വ്യാപാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ദീർഘകാല വ്യാപാരം അടിസ്ഥാന വിശകലനത്തിലും വിശാലമായ സാമ്പത്തിക പ്രവണതകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദീർഘകാല വ്യാപാരത്തിന്റെ പ്രധാന തത്വങ്ങൾ. 1. അടിസ്ഥാന വിശകലനം. നിക്ഷേപകർ സാമ്പത്തിക പ്രസ്താവനകൾ വിശകലനം ചെയ്യുന്നു. വരുമാന വളർച്ച, വരുമാനം, കടം നിലകൾ, ശക്തമായ കമ്പനികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മത്സര നേട്ടങ്ങൾ. 2. മാക്രോ ഇക്കണോമിക് ട്രെൻഡുകൾ. പലിശ നിരക്കുകൾ, പണപ്പെരുപ്പം എന്നിവ മനസ്സിലാക്കൽ. ബിസിനസ് ചക്രങ്ങൾ. വിവരമുള്ള നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. 3. വൈവിധ്യവൽക്കരണം. വ്യത്യസ്ത വ്യവസായങ്ങളിൽ നിങ്ങളുടെ മൂലധനം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വ്യത്യസ്ത കമ്പനികളിൽ. അപകടസാധ്യത കുറക്കുന്നു. 4. ക്ഷമയും അച്ചടക്കവും. വിപണികൾ ചാഞ്ചാടുന്നു, എന്നാൽ ദീർഘകാല നിക്ഷേപകർ പരിഭ്രാന്തിയും വിൽപ്പനയും ഒഴിവാക്കുന്നു. 5. കോമ്പൗണ്ട് വരുമാനം. ഡിവിഡൻഡുകൾ വീണ്ടും നിക്ഷേപിക്കുക. നിക്ഷേപങ്ങൾ കാലക്രമേണ വളരാൻ അനുവദിക്കുക. വരുമാനം വർദ്ധിപ്പിക്കുന്നു. 6. റിസ്ക് മാനേജ്മെന്റ്. സ്ഥിരമായ ബിസിനസ്സുകൾ തെരഞ്ഞെടുക്കുകയും അമിതമായ ലിവറേജ് ഒഴിവാക്കുകയും ചെയ്യുക. മാന്ദ്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ദീർഘകാല വ്യാപാരികളുടെ തരങ്ങൾ. 1. മൂല്യ നിക്ഷേപകർ. വാറൻ ബഫറ്റിന്റെ തന്ത്രം പോലെ ശക്തമായ അടിസ്ഥാനകാര്യങ്ങളുള്ള വിലകുറഞ്ഞ ഓഹരികൾ വാങ്ങുക. 2. വളർച്ചാ നിക്ഷേപകർ. ഉയർന്ന വരുമാനവും വരുമാന വളർച്ചാ സാധ്യതയുമുള്ള കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന് ടെക്നോളജി ഓഹരികൾ. 3. ഡിവിഡൻഡ് നിക്ഷേപകർ. സ്ഥിരയും വളരുന്ന നിഷ്ക്രിയ വരുമാനത്തിനായി ഡിവിഡൻഡുകളും നൽകുന്ന ഓഹരികൾ തിരഞ്ഞെടുക്കുക. 4. സൂചിക ETF നിക്ഷേപകർ. സ്ഥിരവും ദീർഘകാലവുമായ വളർച്ച കൈവരിക്കുന്നതിന് വിശാലമായ മാർക്കറ്റ് സൂചികകളിൽ നിക്ഷേപിക്കുക. ദീർഘകാല വ്യാപാരത്തിന്റെ ഗുണദോഷങ്ങൾ. ഗുണങ്ങൾ. കുറഞ്ഞ വ്യാപാര ചെലവുകൾ, കുറഞ്ഞ ഇടപാടുകൾ. കാലക്രമേണ കോമ്പൗണ്ടിംഗിന്റെ ഗുണങ്ങൾ. ഹ്രസ്വകാല വ്യാപാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൈകാരിക സമ്മർദ്ദം കുറവാണ്. ചരിത്രപരമായി ഓഹരി വിപണി വളരെക്കാലമായി മുകളിലേക്ക് പ്രവണത കാണിക്കുന്നു. ദോഷങ്ങൾ. മൂലധനം വളരെക്കാലമായി പൂട്ടിയിരിക്കും. സാമ്പത്തിക മാന്ദ്യങ്ങളെ അതിജീവിക്കണം. ക്ഷമയും സമഗ്രമായ ഗവേഷണവും ആവശ്യമാണ്. ദീർഘകാല വ്യാപാരം നിങ്ങൾക്ക് അനുയോജ്യമാണോ? നിങ്ങൾ ഒരു പരിചയസമ്പന്നനായ വ്യാപാരിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി മാർക്കറ്റ് സൈക്കിളുകളും സ്റ്റോക്ക് തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുക്കാം. ഹ്രസ്വകാല വ്യാപാരത്തേക്കാൾ സമ്മർദ്ദരഹിതമായ സമ്പത്ത് ശേഖരണമാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ദീർഘകാല നിക്ഷേപമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം. ഒരു സമതുലിത പോർട്ട്ഫോളിയോയ്ക്കായി നിങ്ങൾക്ക് ഇത് ഹ്രസ്വകാല വ്യാപാരങ്ങളുമായി സംയോജിപ്പിക്കാനും കഴിയും. ശക്തമായ ഒരു ദീർഘകാല പോർട്ട്ഫോളിയോ നിർമ്മിക്കൽ. നന്നായി നിർമ്മിച്ച ഒരു ദീർഘകാല പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണം, റിസ്ക് മാനേജ്മെന്റ്, സുസ്ഥിര വളർച്ച എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങൾക്ക് അത് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഇതാ. 1. നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങളും റിസ്ക് ടോളറൻസും നിർവചിക്കുക. സമ്പത്ത് ശേഖരണം. വളർച്ചാ സ്റ്റോക്കുകളിലും സൂചിക ഫണ്ടുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിഷ്ക്രിയ വരുമാനം. ഡിവിഡൻഡ് നൽകുന്ന സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക. മൂലധന സംരക്ഷണം. പ്രതിരോധ സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, ഇടിഎഫുകൾ എന്നിവ തിരഞ്ഞെടുക്കുക. സമതുലിതമായ സമീപനം. വളർച്ച, മൂല്യം, ഡിവിഡൻഡ് സ്റ്റോക്കുകൾ എന്നിവയുടെ മിശ്രിതം. സ്റ്റോക്ക് ട്രേഡിംഗിൽ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ മാർക്കറ്റ് സൈക്കിളുകൾ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് വളർച്ചയുടെയും മൂല്യത്തിന്റെയും സ്റ്റോക്കുകളുടെ മിശ്രിതം തിരഞ്ഞെടുക്കാം. 2. ആസ്തി വിഹിതം. ശക്തമായ ഒരു പോർട്ട്ഫോളിയോ വ്യത്യസ്ത ആസ്തി ക്ലാസുകളെ സന്തുലിതമാക്കുന്നു. ഇളയ നിക്ഷേപകർക്ക് സ്റ്റോക്കുകളിലേക്ക് കൂടുതൽ നീക്കിവെക്കാൻ കഴിയും. 80%+. റിസ്ക് എടുക്കാൻ വിമുഖയുള്ള നിക്ഷേപകർക്ക് ബോണ്ടുകളിലും പണത്തിലും കൂടുതൽ കൈവശം വയ്ക്കാൻ കഴിയും. 3. സ്റ്റോക്ക് സെലക്ഷൻ സ്ട്രാറ്റജി. വളർച്ച ഓഹരികൾ, ഉയർന്ന വരുമാനം, ഉയർന്ന റിസ്ക്. ഉയർന്ന വരുമാനവും വരുമാന വളർച്ചയുമുള്ള കമ്പനികൾ. ഉദാഹരണങ്ങൾ: സാങ്കേതികവിദ്യ, ബയോടെക്. തകർപ്പൻ വ്യവസായങ്ങൾ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വരുമാന വളർച്ച, EPS വളർച്ച, അനുപാതം, PEG അനുപാതം. വളർച്ച ഓഹരികളുടെ ഉദാഹരണം: റിലയൻസ്, ഇൻഫോസിസ്, ടാറ്റ കൺസ്യൂമർ. മൂല്യ സ്റ്റോക്കുകൾ, സ്ഥിരയുള്ളത്, വില കുറച്ചത്. വരുമാനത്തെയും ആസ്തികളെയും അടിസ്ഥാനമാക്കി ആന്തരിക മൂല്യത്തിന് താഴെയായി വ്യാപാരം നടത്തുന്ന സ്റ്റോക്കുകൾ. ശക്തമായ ബാലൻസ് ഷീറ്റുകളും പണമൊഴുക്കും. മാട്രിക്സ്: കുറഞ്ഞ PEG, ഉയർന്ന ഡിവിഡൻഡ് യീൽഡ്, ശക്തമായ ROE. ഡിവിഡൻഡ് സ്റ്റോക്കുകൾ, നിഷ്ക്രിയ വരുമാനവും സ്ഥിരയും. സ്ഥിരമായ ഡിവിഡൻഡ് നൽകുന്ന മുതിർന്ന കമ്പനികൾ. പുനർനിക്ഷേപത്തിലൂടെയുള്ള സംയുക്ത വരുമാനത്തിന് നല്ലത്. മാട്രിക്സ്: ഡിവിഡൻഡ് യീൽഡ്, പേഔട്ട് അനുപാതം, കുറവ് 60%, ഡിവിഡൻഡ് ചരിത്രം, ഡിവിഡൻഡ് വളർച്ചാ ചരിത്രം. 4. ഇടിഎഫുകളും ഇൻഡെക്സ് ഫണ്ടുകളും, കുറഞ്ഞ ചെലവിലുള്ള വൈവിധ്യവൽക്കരണം.
വിശാലമായ വിപണി എക്സ്പോഷറിന് ദീർഘകാല സ്ഥിരക്ക് ഇഡിഎഫുകൾ മികച്ചതാണ്. 5. റിസ്ക് മാനേജ്മെന്റും മാർക്കറ്റ് സമയക്രമീകരണവും. അതിശയോക്തി പിന്തുടരുന്നത് ഒഴിവാക്കുക. അടിസ്ഥാനപരമായി ശക്തമായ ഓഹരികളിൽ ഉറച്ചുനിൽക്കുക. വാർഷികമായി പുനഃസന്തുലിതമാക്കുക. വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് വിഹിതം ക്രമീകരിക്കുക. റിസ്ക് കുറയ്ക്കുന്നതിന് കാലക്രമേണ ചെറിയ തുകകളിൽ നിക്ഷേപിക്കുക. ഒരു എക്സിറ്റ് തന്ത്രമുണ്ടായിരിക്കുക. ദീർഘകാല നിക്ഷേപത്തിൽ പോലും എപ്പോൾ സ്ഥാനങ്ങൾ കുറയ്ക്കണമെന്ന് അല്ലെങ്കിൽ മേഖലകൾ മാറണമെന്ന് അറിയുക. 6. സാമ്പത്തിക പ്രവണതകളും കാണേണ്ട ദീർഘകാല വീക്ഷണങ്ങളും. AI ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ. AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സെമികണ്ടക്ടർ വ്യവസായം, ആരോഗ്യ സംരക്ഷണവും ബയോടെക്നോളജിയും, സാങ്കേതികവിദ്യ, വാർദ്ധക്യ ജനസംഖ്യ, മയക്കുമരുന്ന് വികസനങ്ങൾ, പുനരുപയോഗ ഊർജ്ജവും ഇലക്ട്രിക്കൽ സംരംഭങ്ങളും, സർക്കാർ പ്രോത്സാഹനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തികവും പണപ്പെരുപ്പവും, പണപ്പെരുപ്പ ഗെയിമുകൾ, ബാങ്കുകൾ, ഇൻഷുറൻസ്, ചരക്കുകൾ. 7. പോർട്ട്ഫോളിയോ നിരീക്ഷിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. ത്രൈമാസ ക്രമീകരണങ്ങൾ, വരുമാന പ്രസ്താവനകൾ, സാമ്പത്തിക സൂചകങ്ങൾ, വിപണി മാറ്റങ്ങൾ എന്നിവ അവലോകനം ചെയ്യുക. ഡിവിഡൻഡുകൾ വീണ്ടും നിക്ഷേപിക്കുക. കോമ്പൗണ്ട് ചെയ്യുന്നതിന് ഒരു ട്രിപ്പ് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉപയോഗിക്കുക. ടാക്സ് ഒപ്റ്റിമൈസേഷൻ. ടാക്സ് അനുകൂല അക്കൗണ്ടുകൾ ഉപയോഗിക്കുക. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.